ഈ അകത്ത് പ്രവേശിച്ചിട്ടുള്ള ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രതീകമാണ്. ആ സ്ഥലമായിരിക്കാം ഏറ്റവും വലിയ സ്ഥലം. എന്താണ് ഈ സഭയാകുന്ന നൗക ചെയ്യുന്നത്? ഓർക്കുക, ഈ സഭയാകുന്ന കപ്പലിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പള്ളിയുടെ മോണ്ടളത്തിൻ്റെ അവിടുന്ന് ആനവാതിൽ കഴിഞ്ഞ് നമ്മളകത്തേക്ക് പ്രവേശിക്കുന്നു. ഈ അകത്ത് പ്രവേശിച്ചിട്ടുള്ള ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് ഹൈക്കലായാണ്. ഹൈക്കല എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ടെമ്പിൾ എന്നൊക്കെയാണ്, ക്ഷേത്രം. ഈ ഹൈക്കലായിലാണ് ദൈവജനം നിൽക്കുന്നത്. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകളും ആരാധനയും സ്തുതിപ്പും യാചനകളുമൊക്കെ നടക്കുന്നത് ഈ ഹൈക്കലായിൽ വെച്ചാണ്. ഹൈക്കലായിൽ ദൈവജനം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമിയിൽ ദൈവജനം നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഹൈക്കല ഭൂമിയുടെ പ്രതീകമാണ്. ഈ ഭൂമിയിലുള്ള സഭയെയാണ് ഈ ഹൈക്കലായിൽ നിൽക്കുന്ന ദൈവജനം സൂചിപ്പിക്കുന്നത്, അർത്ഥമാക്കുന്നത്. എല്ലാ പള്ളികൾക്കും, സീറോ മലബാർ പള്ളിക്ക് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ പാരമ്പര്യത്തിലുമുള്ള പള്ളികൾക്കും ഈ ഹൈക്കലായിക്ക് തുല്യമായിട്ടുള്ള സ്ഥലമുണ്ട്, ദൈവജനം നിൽക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലമായിരിക്കാം ഏറ്റവും വലിയ സ്ഥലം. ഇതിനെ പൊതുവെ നേവ് എന്നാണ് വിളിക്കുന്നത്. നേവ് എന്നതിൻ്റെ അർത്ഥം കപ്പൽ എന്നാണ്. ഇവിടെയാണ് ആ ഭൂമിയിൽ നിൽക്കുന്ന സഭയുടെ പ്രതീകത്തിൻ്റെ അർത്ഥം കൂടുതൽ വ്യക്തമാകുന്നത്. സഭയെ നൗക എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. നൗക എന്ന് പറഞ്ഞാൽ കപ്പൽ. സഭയാകുന്ന നൗക, സഭയാകുന്ന കപ്പൽ. എന്താണ് ഈ സഭയാകുന്ന നൗക ചെയ്യുന്നത്? നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക്, സ്വർഗമാകുന്ന തീരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൈക്കലായിൽ നമ്മൾ അൾത്താരെ നോക്കി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതേ ഓർമ്മ തന്നെയാണ് നടക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും സഭയാകുന്ന നൗക, സഭയാകുന്ന അമ്മ ഈ പറുദീസായിലേക്ക്, സ്വർഗത്തിലേക്ക്, ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഭയെ നയിക്കുന്നതോ പരിശുദ്ധ റൂഹായാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ ഈ ഹൈക്കലായിൽ പ്രവേശിച്ച് നമ്മൾ കുരിശു വരയ്ക്കുമ്പോൾ, നമ്മൾ മുട്ടുകുത്തുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ യാചനകൾ നടത്തുമ്പോൾ ഓർക്കുക, ഈ സഭയാകുന്ന കപ്പലിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സഭയാകുന്ന അമ്മ നമ്മെ സ്വർഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബോധ്യത്തിൽ ദേവാലയത്തിൽ നിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.